നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഹരിനാമ കീർത്തനത്തിലെ 45-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഈ 45-ാമത്തെ ശ്ലോകത്തിൽ തത്വാദിയാണ് പരബ്രഹ്മം എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ സകല നാമരൂപങ്ങളിലും സാരഭൂതമായി വർത്തിക്കുന്നത് പരബ്രഹ്മമാണെന്ന് നിശ്ചയിക്കാം. വിശേഷിച്ചും ശബ്ദങ്ങളിൽ ബോധവസ്തുവിന്റെ സ്ഥിതി ആർക്കും വിചാരം ചെയ്താൽ കണ്ടെത്താൻ കഴിയും. ശബ്ദത്തിന്റെ ഉറവിടമായ ബ്രഹ്മത്തെ ശബ്ദത്തിൽ കൂടി കണ്ടെത്താൻ വേദം പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളാണ് അടുത്ത ശ്ലോകത്തിൽ ആചാര്യൻ വിവരിക്കുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. തത്വാർത്ഥമിത്തമഖിലത്തിനുമുണ്ടുപദ ശബ്ദങ്ങളുള്ളിൽ വിലസിടുന്നു പാർക്കിലഥ മുക്തിക്കു കാരണമതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ. ഹരിനാരായണായ നമഃ. ഇത്തം, അതായത് ഇങ്ങനെ ചിന്തിച്ചാൽ അഖിലത്തിനും കാണപ്പെടുന്ന സകലതിനും തത്വാർത്ഥമുണ്ടുപത വസ്തുസത്തയായി ജഗദീശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്ന് കാണാം എന്നാണ് പറയുന്നത്. അഥ എന്നാലും പാർക്കിൽ സൂക്ഷിച്ചാൽ ശബ്ദങ്ങളുള്ളിൽ വിലസിയിടുന്നു, ശബ്ദങ്ങൾക്കുള്ളിൽ ബോധവസ്തു പ്രകടമായി വിളങ്ങുന്നുണ്ടെന്നറിയാൻ കഴിയും എന്നാണ്. അതേ ശബ്ദം, അപ്പോൾ വ്യക്തമായ വസ്തു സാന്നിധ്യമുള്ള ആ ശബ്ദം തന്നെയാണ് മുക്തിക്കു കാരണമെന്ന്, അതുകൊണ്ട് മോക്ഷത്തിന് ഹേതുവെന്ന് തവവാക്യങ്ങൾ തന്നെ, ഭഗവദ്വചനങ്ങളായ വേദങ്ങൾ തന്നെ പ്രഖ്യാപിക്കുന്നു. ഹരിനാരായണ നമസ്കാരം എന്നാണ് 45-ാമത്തെ ശ്ലോകത്തിലെ ആചാര്യൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ചാൽ കാണപ്പെടുന്ന സകലതിലും വസ്തുസത്തയായി ജഗദീശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്നു കാണാം. എന്നാലും സൂക്ഷിച്ചാൽ ശബ്ദങ്ങൾക്കുള്ളിൽ ബോധവസ്തു പ്രകടമായി വിളങ്ങുന്നുണ്ടെന്ന് അറിയാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് വ്യക്തമായ വസ്തു സാന്നിധ്യമുള്ള ശബ്ദം തന്നെയാണ് മോക്ഷത്തിന് ഹേതുവെന്ന് ഭഗവത് വചനങ്ങളായ വേദങ്ങൾ തന്നെ ഘോഷിക്കുന്നു. ഹരിനാരായണന് നമസ്കാരം എന്നാണ് ഇവിടെ 45-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ശബ്ദവും ശബ്ദത്തോട് ചേർന്നിട്ടുള്ള മോക്ഷവും അതാണ് പറയുന്നത്. പരമാത്മാവ് തത്വാദിയായതുകൊണ്ട് എല്ലാ നാമരൂപങ്ങളിലും വസ്തുസ്വരൂപമായി വർത്തിക്കുന്നത് പരമാത്മാവ് തന്നെയാണ് എന്നാണ്. എന്നാൽ കട്ടിപിടിച്ച ജഡരൂപങ്ങളിൽ ഭഗവാന്റെ സാന്നിധ്യം, ഭഗവത് സാന്നിധ്യം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. നേരെ മറിച്ച് മിന്നൽ പോലെ പൊന്തിമറിയുന്ന ശബ്ദങ്ങളിൽ ബോധസ്വരൂപമായ സത്യത്തെ പ്രകടമായി കണ്ടെത്താൻ ചിന്താശീലർക്ക് കഴിയുന്നു. പ്രപഞ്ച സൃഷ്ടിക്കായി ബോധവസ്തുവിൽ നിന്നും ആദ്യമുണ്ടാകുന്ന ശക്തിസ്പന്ദനമാണ് ശബ്ദം. അതുകൊണ്ടും ശബ്ദം ശുദ്ധസത്യത്തോട് തൊട്ടുനിൽക്കുന്നു എന്ന് കാണേണ്ടതാണ്. അന്തർമുഖമായി ഉള്ളിലെ സൂക്ഷ്മ ശബ്ദ തരംഗങ്ങളുടെ ഉറവിടം ഒരാൾ തിരയുമെങ്കിൽ ബോധത്തിൽ നിന്നാണ് ശബ്ദം ഉത്ഭവിക്കുന്നത് എന്ന് കണ്ടെത്താം. ആദ്യം ബോധത്തിൽ നിന്ന് പ്രാണസ്പന്ദന രൂപത്തിലും തുടർന്ന് വികാര വിചാര രൂപത്തിലും വളർന്ന ശേഷമാണ് നാവുകൊണ്ട് ഉച്ചരിക്കപ്പെടുന്ന മട്ടിൽ ശബ്ദം പുറത്തു വരുന്നത്. ബോധത്തിൽ നിന്ന് പ്രാണസ്പന്ദന രൂപത്തിലും തുടർന്ന് വികാര വിചാര രൂപത്തിലും വളർന്ന ശേഷമാണ് നാവുകൊണ്ട് ഉച്ചരിക്കപ്പെടുന്ന മട്ടിൽ ശബ്ദം പുറത്തു വരുന്നത്. ശബ്ദത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്കത് വ്യക്തമാകും. ശബ്ദത്തിന്റെ ഈ ഉൽപ്പത്തി രഹസ്യവും സൂക്ഷ്മഭാവവും ധരിച്ചുകൊണ്ട് തന്നെയാണ് വേദങ്ങളും ഋഷിമാരും ആത്മസാക്ഷാത്കാരത്തിനും ശബ്ദത്തെ അവലംബമാക്കാം എന്ന് ശാസിച്ചിരിക്കുന്നു. ഇതിൽ ശബ്ദത്തിലൂടെ എങ്ങനെ ഈ ആത്മസാക്ഷാത്കാരം സാധിക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. ഈ മനസ്സിന് ഏകാഗ്രത നേടി സത്യം ദർശിക്കാനുള്ള പ്രധാന ഉപായം മന്ത്രങ്ങളാണ്. നമുക്കറിയാം, മന്ത്രങ്ങൾ ശബ്ദസ്വരൂപങ്ങളാണെന്ന് പറയാതെ തന്നെ അറിയാം. ഭഗവദ്വചനമായ ഉപനിഷത്തുകൾ സത്യദർശനോപായം എന്ന നിലയിൽ ഏകകണ്ഠമായി ശുപാർശ ചെയ്യുന്നത് ഓംകാരമന്ത്രത്തിനാണ്, പ്രണവത്തിനാണ്. പ്രകർഷേണ ധ്വനിച്ചു കേൾക്കുന്നത് എന്ന അർത്ഥത്തിൽ ഓംകാരത്തെ നമ്മൾ പ്രണവമന്ത്രം എന്ന് വിളിക്കുന്നു. പ്രണവമന്ത്രത്തെ സമാശ്രയിച്ച്
സത്യത്തെ കാണേണ്ട വിധം എങ്ങനെയാണ് എന്ന് മുണ്ടകോപനിഷത്ത് വിവരിക്കുന്നത് നമുക്ക് നോക്കാം. പ്രണവ ധനു ശരോഹ്യാത്മാ ബ്രഹ്മ തല്ലക്ഷ്യമുച്യതേ അപ്രമേത്തേന വേദവ്യം ശരവത്തന്മയോ ഭവേത് എന്നാണ്. അതായത് പ്രണവമാകുന്ന വില്ലിൽ ചിത്തമാകുന്ന അമ്പ് തൊടുത്ത് ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിൽ എയ്തു കൊള്ളിക്കണം എന്നാണ്. കടുപ്പമാണ്. പക്ഷെ നമ്മുടെ ചിന്തകളെ, നമ്മുടെ ശ്രദ്ധയെ ഈ വചനങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ വിട്ടാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കും. പ്രണവമാകുന്ന വില്ലിൽ ചിത്തമാകുന്ന അമ്പ് തൊടുത്ത് ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തിൽ എയ്തു കൊള്ളിക്കണം. ലക്ഷ്യം തെറ്റാതെ എയ്യണം. ശരമെന്ന പോലെ ലക്ഷ്യത്തിൽ തറച്ച് ഏകീഭവിക്കണം എന്നാണ്. ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, ഓമിത്യേകാക്ഷരം ബ്രഹ്മവ്യാഹരൻ മാമനുസ്മരൻ യഹ് പ്രയാദിത്യജൻ ദേഹസയാദി പരമാം ഗതി എന്ന്. ഓം എന്ന ഏകാക്ഷര മന്ത്രം ഉച്ചരിച്ച് ബ്രഹ്മത്തെ സ്മരിച്ചുകൊണ്ട് ദേഹം വെടിയുന്നവർ സത്യത്തെ പ്രാപിക്കുന്നു എന്നാണ്. പ്രണവോപാസനയെ വിവരിക്കുന്ന ഇത്തരം ഉപനിഷത് വാക്യങ്ങളും ഗീതാവാക്യങ്ങളും ഒക്കെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് മുക്തിക്കു കാരണമിതേ ശബ്ദമെന്ന് തവ വാക്യങ്ങൾ തന്നെ എന്ന് ആചാര്യൻ 45 ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചിന്തിച്ചാൽ അല്ലെ, അഖിലത്തിലും കാണപ്പെടുന്ന സകലത്തിലും, ഈ കാണപ്പെടുന്ന സകലത്തിലും വസ്തുസത്തയായി ജഗദീശ്വരൻ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്ന് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. തത്വാർത്ഥമിത്തമഖിലത്തിനുമുണ്ടുപത ശബ്ദങ്ങളുള്ളിൽ വിലസിടുന്നു പാർക്കിലഥ മുക്തിക്കു കാരണമതേ ശബ്ദമെന്നു തവ വാക്യങ്ങൾ തന്നെ. ഹരിനാരായണായ നമഃ.